ഒരു സാന്നിധ്യം എന്ന പോലെ സാന്നിധ്യ ദേവനായിട്ട് മുത്തപ്പൻ എത്തിക്കുക. കുഞ്ഞു മക്കളതായിരിക്കും ഒരു പ്രാർത്ഥനയാണ് അല്ലേ. മുത്തപ്പോ അതിൻ്റെ മുമ്പിലൊരു തടസ്സൊന്നും വരുത്താതെ കണ്ടുകയും നല്ലൊരു വെളിച്ചം പോലെ അവരുടേതായിരിക്കും ഒരു ആഗ്രഹങ്ങളൊക്കെ മുത്തപ്പൻ സാധിപ്പിച്ചു കൊടുക്കണം അല്ലേ. അങ്ങനെ ഒരു പ്രാർത്ഥന മുത്തപ്പൻ്റെ മുമ്പിൽ പറഞ്ഞു. അത് വിജയമായിട്ട് ഇന്ന് മുത്തപ്പൻ മുഹൂർത്തം പോലെ എത്തിച്ചു തന്നു. സന്തോഷമൊന്നുമില്ല. അതിമധുരമെന്ന് നിൽക്കുന്ന മുഹൂർത്തം പോലെ കാണുന്നതായിരിക്കും ഒരു വലിയ ഈശ്വരൻ എത്തിച്ചു തന്നിരിക്കുന്ന ഭാഗ്യമാണ്. ഇനിയും ഇതുപോലെ മുത്തപ്പൻ ചേർത്ത് കൊടുക്കണം അല്ലേ. എല്ലാവരെയും വസുദൈവ കുടുംബകം എന്നിരിക്കുന്ന മുഖം ഒരു കുടുംബം അങ്ങനെ വേണ്ടേ. ഞാനെന്നും നീയെന്നും അങ്ങനെ ചൊല്ലു വരുത്താതെ കണ്ടു അല്ലേ. എല്ലാവരും ഒരു കുടത്തിൽ കാണുന്നതായിരിക്കും ഒരു സൗഭാഗ്യവും സന്തോഷം പോലെ ഇനിയുള്ള ദിനങ്ങളിലും മുത്തപ്പൻ കുഞ്ഞു മക്കൾക്കെല്ലാം കൊടുത്ത് നല്ലൊരു ഐശ്വര്യം പോലെ ഭഗവത്തിന് മുത്തപ്പൻ ഉണ്ടാകും. സാന്നിധ്യമായിട്ടും സന്തോഷമായിട്ടും മുത്തപ്പൻ ഭാഗ്യം കൽപ്പിച്ചുകൊണ്ട് രക്ഷിക്കണമെന്ന് നിൽക്കുന്ന പ്രാർത്ഥന പോലെ മുത്തപ്പനെ വിളിച്ചു. പിടിച്ച കരം മുത്തപ്പനാണ്. തൊട്ടകരം വിട്ടുകളയാൻ അവസ്ഥ വരുത്താതെ കണ്ട് ആരുടെ ഭർത്താവായിരിക്കും ദേവീ ദേവന്മാരായിരിക്കും അന്നുള്ളതായിരിക്കും ഒരു ഭാഷ കൊണ്ടും എന്നിലെ പ്രാർത്ഥന കൊണ്ടും മുത്തപ്പൻ ഭാഗ്യമായിട്ട് വിജയം കൽപ്പിച്ചുള്ള പറയും. അനേകം വാക്ക് മുത്തപ്പൻ പറയണം. ചുരുക്കമുള്ള വാക്കേ മുത്തപ്പൻ പറയുന്നില്ല. പെരുപ്പമുള്ള കാര്യസാധ്യം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന പോലെ മുത്തപ്പൻ രക്ഷിക്കാൻ